ബ്രെഡും മുട്ടയും വെച്ചിട്ട് പിന്നെ കോഴി ബിരിയാണി ഒന്നും വെക്കാനാവില്ല. അവർക്ക് അറിയാം. എവിടെ പോന്നേ? ഇന്നൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധനം നോക്കുമ്പോൾ സാധനമില്ല, മേടിച്ചിട്ടില്ല. ഞാൻ കാണിച്ചിട്ട് നിങ്ങളിന്ന് നിങ്ങളൊന്നും കേട്ടു. ഇന്ന് എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻവി വരുമ്പോഴത്തേക്ക് അൻവിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് കൊടുക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീഡിയോ ഒരു തേങ്ങയുമില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പുറം പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആട്ടമ്പര പോളിക്കിൽ ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ കഴിയും. ചിലപ്പോൾ മഴ പെയ്തിട്ട് പണിയിട്ട്. ഇപ്പോൾ സമയം 3:15. അൻപി 4 മണിയാകുമ്പോഴേക്ക് എത്തും. നീ കയറി, വണ്ടി കയറി. പിന്നെ എന്തോ ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാ സംഭവം തന്നെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ പണിയും കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ കയറി ഒന്ന് കുറച്ച് നേരം കിടക്കാന്ന് വിചാരിച്ചിട്ട് പോയി കിടക്കലും വിളിച്ച് എണീപ്പിച്ചിട്ട് പാടാ ഒരു പരിപാടി ഉണ്ട് ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എണീപ്പിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. അതിന്റെ കൂടുതൽ ഞാൻ പറയുകയും ചെയ്തു ഇവനോട്, എടാ ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, കേട്ടാ മതി കേൾക്കാത്ത മതി. പിന്നെ അവന്റെ ആ ഒരു സന്തോഷങ്ങൾ കാണാനുണ്ട്. ഇപ്പൊ മുഖത്തേക്ക് കാണുന്നില്ല. ആ ഒരു കണ്ട ഉറക്കം തൂങ്ങിയവരില്ല കാണുമ്പോ. കണ്ട നമ്മളിത്തെ പീടിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലെ പീടിയാണ്. വാഴക്കാലാന്ന് കേട്ടോ സ്ഥലം. നമ്മളെ വീടിന്റെ കുറച്ച് ഇപ്പുറം തന്നെ വാഴക്കാല് എന്ന് പറയുന്ന സ്ഥലം. ഇത് വാങ്ങി ഇപ്പൊ സാധനം ഇതാട്ടോ വാങ്ങിന്. ബ്രെഡ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഇനി മുട്ടയും ബ്രെഡും. ഇപ്പൊ നിങ്ങൾക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാനാണോ നീ ബിൽഡപ്പ് വെച്ചും കൊടുത്തത്? എന്നാലല്ല ഐറ്റംസ് കണ്ടെങ്കിൽ എപ്പോഴാ മുട്ട പൊട്ടിക്കറിയില്ലേ വീർപ്പിക്കണം. ആകാംക്ഷയോടെ എന്തായിരിക്കും ആക്കാൻ പോകുന്നല്ലേ? നിങ്ങളെന്തേലും ഞാൻ നിരാശപ്പെടുത്തില്ല. 5 ഐറ്റംസ് ആയി ഉണ്ടാക്കുന്നത്. ഈ ബ്രെഡും മുട്ടയും വെച്ചിട്ട് പിന്നെ കോഴി ബിരിയാണി ഒന്നും വെക്കാനാവില്ല. അവർക്ക് അറിയാലോ ബ്രെഡും മുട്ടയും വെച്ച് ആക്കാൻ പറ്റുന്നതിന് മാക്സിമം സാധനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ ആ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റി തരും. കാരണം ഇതെല്ലാം നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലത്തെ വ്ളോഗിന് നമ്മൾ ഈ വഴി മാത്രം കാണിക്കാനെല്ലാം വന്നിരുന്നു. ഞാനും ഓളും കൂടിയിട്ട് നമ്മളെ നാട് നിന്നെല്ലാം പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളെ അന്ന് ഈ പാലം പൊട്ടിയിട്ടല്ലേ? ഈ പാലം ഇപ്പൊ നല്ല പാലാട്ടോ പണിയെടുപ്പ്. പക്ഷെ ഈ പാലത്തിന്റെ പേര് ഇപ്പോഴും പൊട്ടിയ പാലം എന്നാ. ആരോടെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ ഈയിടക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വരുമ്പോ ഈ നാട്ടിലുള്ള ആൾക്കാരാണ് അതിന്റെ ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അവരോട് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടൊന്നും മനസ്സിലായില്ല. അവർ എവിടെയെല്ലാം അപ്പുറത്തെല്ലാം പോയി. ലാസ്റ്റ് അവരെ ഞാൻ ഒരുവിധം പറഞ്ഞു വീട് എത്തിച്ചു. എന്നിട്ട് വീട് എത്തിയോടെ അവരെന്നോട് പറയാ നിങ്ങൾക്ക് എന്നാ പിന്നെ പൊട്ടിയ പാലം വഴിയാ വരുന്നുണ്ടെന്ന് പറഞ്ഞാ പോരേനോ. ഈ പാലം ശരിയാക്കി ഏതോ കൊല്ലത്ത് പൊട്ടിയതാ. ഏതോ ശരിയാക്കിട്ട് ഇപ്പൊ ഏകദേശം 2 കൊല്ലത്തോളായി ഈ പാലം ഇപ്പൊ അടിപൊളി പാലാക്കിയിട്ട്. പക്ഷെ ഏകദേശം എനിക്കൊന്ന് പൊട്ടിയിട്ടും പൊട്ടുകയെന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിൽ നടുക്ക് പോകാൻ പൊട്ടി 2 കുത്തനായി. അത് ശരിയാക്കാണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലത്തോളം ഏകദേശം ഉണ്ടായി. അങ്ങനെ തന്നെ അത് കുറെ കംപ്ലൈന്റ് എല്ലാം ചെയ്ത് ലാസ്റ്റ് ഒരു ഓട്ടോറിക്ഷ ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഞാനാണ് പിന്നെ സ്വാഭാവികം എല്ലാവരും നടക്കുന്നത് തന്നെ. എന്തൊക്കെ ഒരു അപകടം പറ്റണം എന്തെങ്കിലും ശരിയാക്കിയിരിക്കണം. അത് പറഞ്ഞ പോലെയായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഞാനാണ് അതൊന്ന് ശരിയാക്കിയത്. പക്ഷെ ശരിയാക്കിയിട്ടും ഇപ്പോഴും ഈ നമ്മുടെ സ്ഥലത്തിന്റെ പേര് നമ്മളെ പൊട്ടിയപാലം ഇല്ലേ അതിന്റെ സൈഡ് നിങ്ങളെ നാട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കോമഡി കേട്ടോ. ഇട്ടൊന്ന് പറയണേ ആ പേര് മാറാത്തത്. അത്രയും നല്ല പാലം നോക്കിട്ട് പൊട്ടിയ പാലം എന്ന് പറയാ. ഇപ്പൊ നമുക്കെന്നെ സങ്കടം അതിന് പൊട്ടിയ പാലം എന്ന് പറയുമ്പോ. അഡ്രസ് അറിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തും. ഇനിയിപ്പോ പൊതുവായിട്ടുള്ള വഴിയല്ലാത്തോട്ട് ബാക്കി അല്ലെ നമ്മളെ വണ്ടിതാണ് റോഡ് എന്നാവും ഇവിടുത്തെ എട്ടി തരിക്കലായിരിക്കും അല്ലേ. കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ തറച്ച് മുറിച്ചിട്ടിടും. നിങ്ങൾ ഇത് വീട്ടിലാക്കുമ്പോൾ എന്താക്കുക നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് മുറിച്ചിട്ടല്ല ആയിക്കോട്ടാ. ഞാൻ ഇടിയാക്കുമ്പോൾ എന്താക്കും നുള്ളിപ്പറക്കി ഇങ്ങനെ ചേച്ച് വെച്ചിടും. ഇവളെ നീ അതിശയത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലായിരിക്കും അല്ലേ ആക്കുന്നില്ല. പിന്നെ ഞാൻ കണ്ടിട്ട്
കുറച്ച് ഉണക്കമുളക്, അധികം വേണ്ട കേട്ടോ, അൻവിക്ക് എരിവ് കൂടുതലാകുമ്പോൾ പിന്നെ ഒന്നും തിന്നൂല. ഉണക്കമുളക്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, ഒന്നുമില്ല, കുറച്ചും കൂടി ഇടാം. എനിക്ക് തൃപ്തിയാകുന്നില്ല, കാരണം ബ്രെഡിൻ്റെ പുരം വരുമ്പോൾ ഒരു മധുരമായിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് നിങ്ങളെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം ലാസ്റ്റ് ഇതൊന്നും ആകുന്നില്ല. ഇത് നിങ്ങൾ വീട്ടിലാക്കുന്ന സമയത്ത് പരമാവധി സ്പൂൺ കൊണ്ടുള്ള നല്ല ഇതായിട്ട് ചെയ്യുക. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഭാര്യ ഇടും കേട്ടോ. ഓ കോരാൻ തന്ന സ്പൂണ് കാണിച്ചു കൊടുത്താ, അതിന് കോരാൻ തന്ന സ്പൂണാണേ. നടക്ക് കാണിക്കൂ, സാഹചര്യം കാണിക്കൂ. നിങ്ങളെല്ലാം വീട്ടിൽ ഇതിനെ കൊണ്ട് കോരി എടുക്കല് അത് ഇടും. നിന്റെ പേരും വരും, അതിന് മനസ്സ് എടുത്തിട്ടെങ്കിൽ നിന്റെ പേരും വരും. ഞാൻ എടുത്തു തന്നില്ലേ പിന്നെന്നാ അവസ്ഥ കൊണ്ട്. ആ സ്പൂണിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അനുഭവം, ഇഞ്ചിയും വെളുത്തുള്ളിയും കോരാൻ വേണ്ടിയിട്ട് എടുത്ത്. ഇതെല്ലാം നമ്മള് കുറച്ച് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് ഇതിനെ കൊണ്ടാണ്, നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ട്. അല്ലാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിന്റെ വില നീ കളയല്ലേ, പാവം കിട്ടും, അതിനും ഉണ്ടാവും സങ്കടം. അതിന് സംസാരിക്കാൻ കഴിയില്ലാന്നേ ഉള്ളൂ. എടാ ഇതെല്ലാം ഉണ്ട് ഈ വീട്ടില്. ഏട്ടാ നമ്മൾ പണ്ടേ ഇതിനെ കൊണ്ടാട്ടോ ഇളക്കല്. ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്നത്തെ തുടക്കം തൊട്ട് അവസാനം വരെ ഇവനിവിടെ പ്രവർത്തിച്ചേനെ, കോരാനും എടുക്കാനും എടുക്കലുണ്ടല്ലേ. ആരോട് ചോദിച്ചോക്കണ്ടേ, ഇത് രണ്ടും ഇല്ലാത്തവര് ഇതിനെ കൊണ്ടും ഇളക്കിയാലും ഇത് വീഡിയോയിലായതുകൊണ്ട് മാത്രം കുറച്ച് ഇതന്നെ ഇട്ടേക്കാം. ഇനി ഇത് നിങ്ങളെ കാണിക്കുമ്പോൾ എന്താക്കൂ, ഇതിങ്ങനെ കുത്തുന്ന മാത്രം കാണിക്കൂ. ഞാൻ എൻ്റെ വീഡിയോ കട്ടാക്കിയിട്ട് സ്പീഡിലാക്കിയിട്ട് പിന്നെ വീണ്ടും ഇതിട്ട് ഞാൻ കാണിക്കും കട്ട് ചെയ്തിട്ട്. അപ്പം വേറെ ഇതിൽ എനിക്ക് കുറച്ചൊന്നും എന്താണെന്നറിയാം, ഇവിടെ മസാല കൊടുത്തു ഇടിയിപ്പം ഞാൻ ആക്കുന്നതേ ഉള്ളൂ. ഓരോ സാധനവും അത് കൊടുത്തു, ഇത് കൊടുത്തു. 4 സൈഡിൽ ആളാണ്. ഇതേതാണ്? ആ കുറച്ച് പന്നി മസാല, പോർക്ക് മസാല, ശരിക്കും ഇവിടെ ചിക്കൻ മസാല മതി കേട്ടോ. ഇത്രയും വേണം കേട്ടോ, അധികം വേണ്ട. ഇനി നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. ഇത് മഞ്ഞ വട്ടത്തിൽ കറങ്ങുമെന്നല്ലാണ്ട് പിടി എനക്കറിയാം ഇളക്കാൻ, ഞാൻ ഇത് കുറേ ഇളക്കിയതാണ്. നമുക്കിതൊന്നും ശരിയാവില്ല, നമുക്ക് വല്ല സ്പൂണിട്ട് ഇളക്കലേ ശരിയാവും ഇത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം ഇളകിയിട്ടുണ്ട്, മിക്സായിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഓടിപ്പോയിട്ട് ബ്രെഡ് ആക്കിയിട്ട് ദാക്ഷായണി പോയിട്ട് ബ്രെഡ് ഇതാക്കി പൊടിക്ക് ഒരു 5 ബ്രെഡ് എടുത്ത് കൊടുത്തു കേട്ടോ. ഇത് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ഈ എണ്ണ ചൂടണം കേട്ടോ. ഇത് ഇത്ര വലിയ കഷ്ടപ്പെട്ട് വയ്ക്കണാടോ. ഇനി ഇങ്ങോട്ടെ, ഇനി ഏതായാലും കാണിച്ചു, ഇനി എവിടെ പോയാലും ഇതന്നെ അല്ലേ, ഏതായാലും ലോക്കലായി. ഇനി അങ്ങനെ അറ്റം എന്നിട്ടും വരുന്നില്ലടോ, എണ്ണക്കൊന്നും വരണമെന്ന് കാര്യമില്ലാന്ന് തോന്നി ഇതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ തീരുമാനിച്ചോളൂ, ഇത് ഞാനല്ലേ ആക്കുന്നത്, എനിക്കൊന്നും അറിയാം ഇത് ആക്കണ്ടേ. പിന്നെ അറിയില്ല. അതൊരു പാത്രത്തിലേക്ക് തട്ടിതാ, ഒരു പ്ലേറ്റിലേക്ക് ഇട്ട്, ആ പ്ലേറ്റിൽ തുടച്ചിട്ട് അതിലേക്ക് ഇട്ട്. ഒരു ബ്രെഡ് ഞാൻ പൊരിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 ആള് മിനിമം എനിക്ക് കൈ സഹായത്തിന് വേണം. ഞാനൊരു ബിരിയാണി ഇങ്ങനെ ആക്കിയാലല്ലേ അവസ്ഥ. ആകെ ഈ വീട്ടിലൊരു കത്തിയേ ഉള്ളൂ, അത് 5 സ്ഥലത്ത് ഓടി നടക്കലാണ്. അതും കാണണ്ട കത്തിയായത്. കത്തി കാണിക്കല്ലേ വരാം, ഞെട്ടിപ്പോ നിങ്ങൾ. എന്നിട്ട് പറയുമ്പം പറയാ വീട്ടിൽ ഇങ്ങനത്തെ കത്തി തന്നെ ഉണ്ടാവുക. നിങ്ങളെല്ലാം വീട്ടിൽ ഇങ്ങനത്തെ കത്തിയാടും ഉണ്ടാവുക. ഇതിൻ്റെ 5 സ്ഥലത്ത് പൊട്ടുണ്ട്. അത് കാണിക്കണ്ട, നിങ്ങൾ കമന്റിൽ തന്നെ കൊല്ലും എല്ലാവരും. കത്തി മേടിച്ചു കൊടുക്കുന്നത് ആദ്യം. ഞാനെന്നാ ചെയ്യേണ്ടത്, ഇതെല്ലാം അടുക്കളയല്ല. അല്ലെങ്കിലോ ഏടിക്കും പോയി കഴിഞ്ഞാൽ ചുരിദാർ ഇത് മേടിക്കാൻ ഒരു 5 കടയ്ക്ക് വരും, എന്നാൽ ഒരു കത്തി മേടിക്കാൻ അയ്യോ കഷ്ടം. തീ അത് തേച്ചോട് മൊത്തോട്. ഓക്കെ ഇല്ലിട്ടില്ലേ? ഇനി ലാസ്റ്റ് ഇടത്തിലേക്ക് ഇനി വെള്ളം വിട്ടോ, എല്ലാം നമുക്കറിയാം. ഔട്ട് അങ്ങനെ. ഓ 2 ഒന്ന് ബ്രെഡ് പൊടിച്ചതും നിങ്ങൾക്ക് തരുന്നല്ല, ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ഒന്ന് ബ്രെഡ് പൊരിച്ചതും ഒന്ന് ബ്രെഡ് കട്ട് ചെയ്തതും. മാറടാ, എണ്ണ കുറച്ച് നല്ലോണം ചൂടായി. തനിക്കാൻ ഞാൻ കുറച്ച് പച്ചവെള്ളം ഇട്ടണം. ഏത് അങ്ങനെ തന്നെയാ ചെയ്യാ. എണ്ണ കുറച്ച് ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കരിയും. എനിക്കിതൊന്നും അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് പഠിക്കാൻ നോക്ക് നീ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പീസ് ബ്രെഡിനെ നമ്മൾ ആദ്യം എന്താക്കും, ഒന്ന് നമ്മൾ
ഇതിലേക്ക് ഇടും, മുക്കിയിടും. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഇവനെ ഇതിലേക്കൊന്ന് മുക്കിയെടുക്കും. ഇടുന്ന എന്നിട്ട് നമ്മൾ ഇതിനെന്താക്കും, ഇതിൽ വേറെ അരിപ്പ പോലത്തെ ഒന്നുമില്ല. ആ റൗണ്ട് അരിപ്പ പോലത്തെ കൊടുത്തു, അതിങ്ങെടുക്ക്. എടുക്കാനാവൂല, ബ്രെഡ് അല്ലേ ഇത്. ആ ബ്രെഡ് ആയതുകൊണ്ട് അതിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. മാറ് സൈഡ് മാറ്. സമയമായി ചേട്ടാ, ഞാൻ വേഗം പോയി കൂട്ടിയിട്ടല്ലേ. ബസ് ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് കരച്ചിലായിരിക്കും. ആക്കാന്ന് നോക്കുമ്പോൾ ഉണ്ടാവും തൊട്ട ബാക്കിലേട്ടാ. ഞാൻ പോയിട്ട് അവനെ കൂട്ടിയിട്ട് വേഗം വരാം. ഏകദേശം ഓന് വേണ്ടത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ഓരോട് ആക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് പിന്നെ ടെൻഷൻ ഇല്ല. ഓക്കെ, ഏകദേശം അറിയാം എങ്ങനെ ആക്കണം എന്നല്ല ഞാൻ പഠിപ്പിച്ചു കൊടുത്തിന്. ബസ് അങ്ങനെ വരുന്നുണ്ട് കേട്ടാ. ഞാൻ ഇങ്ങനെ മഴയായിട്ട് ഇവിടെ കയറി നിന്നിട്ടുള്ളേ. പിന്നെ നനിയില്ല, ഇതാ മഴ പെയ്യുന്നുണ്ട്. എന്നാ കൂട്ടിട്ടോ, അവൻ എന്നാ പോവാ. എനിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സാധനം ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ. എന്നാന്നറിയാ, അമ്മയല്ല അച്ഛേ. എന്നാന്നെല്ലാം വന്നിട്ട് കാണിച്ചു തരാം. നീ വാ, പോവാ നമുക്ക്. അമ്മ വീട്ടിലുണ്ട്, പോവാ. എന്നാ കേറിക്കോ. സിബിടണാ? എനിക്ക് തിന്നാൻ പിടിയില്ല, അത്രക്കും അടിപൊളി സാധനം. നമ്മളിങ്ങനെ ഹെൽമെറ്റ് ഒന്നും ഇടാണ്ട് പോയി വന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പോയത് വേറെ ഇടയല്ല, ഇവിടുന്ന് 100 മീറ്റർ താഴെ. അതായത് നമ്മൾ ഈ റോഡിൽ നിന്ന് നേരെ താഴെ, ആ കോൺക്രീറ്റ് റോഡ് കയറുന്നിടത്തും വരെ ബസ് വരും. അത്രയും വരെ പോയിട്ടില്ല കേട്ടോ. അല്ലാണ്ട് കുറേ മഴയായോണ്ടാണ് പിന്നെ വണ്ടി എടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ നടന്നിട്ട് വരുത്താണ്. മഴയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കൂട്ടിയിട്ട് വരേണ്ടതുണ്ട്. അയ്യോ അയ്യോ, അടക്കേ അടക്കേ. എല്ലാം ഓക്കെ അല്ലേ? എന്നാൽ ബാഗെല്ലാം കുടച്ചോ. അൻവി അങ്ങനെ കുപ്പായിലിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അൻവിക്ക് എങ്ങനെയും അതൊന്ന് കഴിച്ചാൽ മതി എന്നുള്ള ഇതായിരിക്കും ഉണ്ടാവുക, അല്ലേടാ അൻവി? അല്ലേ? സംഭവം നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങ് കഴിച്ച് നോക്കുവതിൻ്റെ കേസ് ഇനി ബാക്കിയുള്ളൂ. കാരണം ഇത് കാണുമ്പോൾ തന്നെ കട ഓന ഒരു കടച്ചിരിയിലുണ്ട് എല്ലാം. പിന്നെ വേറെ അപ്പൊ അമ്മീനെ കൂട്ടാൻ പോയി നമ്മൾ വരുമ്പോ അടുക്കള കയറുമ്പോ ഒന്നും കാണുന്നില്ല, മൊത്തം ഒരു സ്മോക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നിങ്ങളെ കാണിച്ചു തരണ്ടെന്ന് ആദ്യം വിചാരിച്ചതാണേ. ഇത് കല്ലുമ്മക്കായി ഞാൻ ഒന്നേ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് അൻവീനെ കൂട്ടി 2 മിനിറ്റ് കൊണ്ട് വരെ ബാക്കിയാ വന്നിട്ട് ആക്കാൻ. പക്ഷേ അതിനിടക്ക് ആകാശവും ഭൂമിയും പോലെ അത്രക്ക് വ്യത്യാസം. ഫസ്റ്റ് എങ്ങാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവ അൻവീനോട് ഇതെല്ലാം ഇത്രയും മില്ല കൊടുത്തിട്ട് മോനെ ഇല്ല മോനെ മോനുള്ളത് അച്ഛൻ ആദ്യം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. കടാ ഓക്കെ. അപ്പോൾ ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും അൻവി കട്ട വെയിറ്റിങ്ങിലാണ്. നമുക്കെന്നാലും അമ്മി കഴിക്കാം. എന്നെ കാണുന്നില്ല അതിനകത്ത്, അൻവിനെ കാണുന്നില്ല. നമുക്കെന്നാലും ഇതൊന്ന് പുറത്തു പോയിട്ട് അൻവിന്റെ ആ ഒരു അഭിപ്രായം നമുക്ക് കേൾക്കാം. അപ്പോൾ അൻവിക്ക് ഇത് വേറെ നിന്നുകൊണ്ടോ എല്ലാവരും വിളിച്ചിരുത്താനും സമയം ഉണ്ടായില്ല. അൻവി ഇങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയില്ല. കാരണം ഓൻ്റെ ആ കൊതിയോട് കൂടിയില്ല. മോനെ ഇത് തിന്നു തീർക്കുന്നതിന് മുന്നേ അഭിപ്രായം പറ, എങ്ങനെയുണ്ട്? സൂപ്പറാന്നോ ചോദിക്കുന്ന ഞാൻ പറഞ്ഞ ഇനി പറ. അപ്പൊ പറഞ്ഞ പറ, എന്നാ ഇതാക്കി വെച്ചിരുന്ന ചോദിക്കുന്നുണ്ട്. അങ്ങനെയാ അച്ഛൻ എനിക്ക് വേണ്ടിട്ട് നേരത്തെ 3 മണിക്ക് എണീച്ചിട്ട് തുടങ്ങിയ പരിപാടിയാണ്. പറ എങ്ങനെയുണ്ട് എന്ന് പറ. രസം ഉണ്ടോ ഇല്ലയോ? സൂപ്പറാ, അടിപൊളിയാണെന്നെല്ലാം പറ, നല്ലോണം പൊക്കി പറ അച്ഛനാ. എന്താ അവരോട് പറ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറ. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു. നീ എന്നെ ആക്കിയില്ല, അപ്പൊ പിന്നെ നീ പറയുന്ന പോലെ തന്നെ പറയണ്ടേ. രസമില്ല അമ്മീ. അച്ഛനെ ലീവ് കഴിഞ്ഞ് പോകുന്നവരെ അൻവിക്ക് ഉണ്ടാക്കി 2 ദിവസം ലീവ് അതാ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം പറയാം. മോനെ ചവക്കുന്നതിന് മുന്നേ ഞാൻ അഭിപ്രായം പറയും. ഞാൻ കണ്ടോടെ അഭിപ്രായം പറഞ്ഞു. അപ്പം കൊള്ളാം.
അതൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിലും വെറുതെ അടിച്ചിറക്കുന്നത് ഇഞ്ചി പേസ്റ്റിന് ടേസ്റ്റ് വരും. വാങ്ങാൻ പറഞ്ഞത് ഞാൻ മറന്നുപോയി. സോസ് മറ്റേ ഇഞ്ചിന്റെ എങ്ങനെ പറഞ്ഞാൽ നമ്മള് നമ്മുടെ ആ ഒരു ടൊമാറ്റോ സോസ് ഉണക്കമുളക് കടിക്കുമ്പോ പിന്നെ ആ കറിവേപ്പില നമ്മുടെ ആ ഇടക്കൊരു കടി വരുമ്പോണ്ടല്ലോ, അങ്ങനെല്ലാം പറ നോക്കുമ്പോ രണ്ട് ചപ്പ ഇടുന്നു. അത് ഈ ഏതോ രണ്ടെണ്ണത്തിലാ ഉള്ളത്. അല്ല ചിലതിൽ വരുന്നില്ല അല്ലേ, പക്ഷെ പേസ്റ്റിന്റെ ഇഞ്ചി പേസ്റ്റിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് തിന്നാൻ രേഷ്മ ഇപ്പൊ അടുത്തില്ലല്ലോ. നാളെ വന്ന് ഓക്കൾ പറ്റിട്ട് മാറ്റി മൂത്രച്ചിട്ടേതാ നീ അഭിപ്രായം പറയുമ്പോ എന്താ പിന്നെ എല്ലാവരും ബൈ ബൈ പറ. ഓള് ജോലിക്ക് പോയി കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാതെ. ഇനി ഓള് വരുന്നവരെ ഇപ്പം ഇത് കാത്തു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് തിന്നലാണ്. ഓൾ എന്തെങ്കിലും വരാൻ ലേറ്റാവും. ഇന്നത്തെ വീഡിയോ മൂത്രിക്കാൻ പറ്റുന്നുണ്ടാ? അതിലോട്ട് ഇറങ്ങല്ല, ഇതേണ്ടി പോന്ന്. എന്നാ എല്ലാവരും ബൈ ബൈ പറ. അത് പറ. വർത്താനം പറ, ഞാൻ വരാ വേഗം. അവൻ വേറെ ഒന്നുമില്ല, സംഭവം അടിപൊളിയാണ്. വൈകുന്നേരം ചായൻ്റെ അപ്പുറം അടിപൊളി സാധനമാണ്. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ചൂടുള്ള ചായ ഊതി ഊതി കൊടുക്കുന്നതായിരുന്നു ഗുപ്തന് ഇഷ്ടം. പിന്നെ പതക്കുന്ന ചായ പിന്നെ അണ്ണാക്കിൽ ഒഴിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുമോ? എൻ്റെ അടിപൊളി കോമഡി അല്ലേ? അല്ലേ ചിരിക്കാറ നോക്കലായിരിക്കും. പോകണ്ട എന്നാ ഓക്കെ. ഓടി വരാ ഇങ്ങോട്ടോ. ഇടാ അടക്കിരിക്കോ. ഇത് നീ പറഞ്ഞോണ്ടിരിക്കണ്ട, ഇത് അവർക്കറിയാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പൊക്കി പറയുന്നതെന്ന് വിചാരിക്കണ്ട, പരീക്ഷിച്ച് നോക്കാം. അപ്പം എൻ്റെ ഈ അവധിക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാ അവധിക്കും ഞാൻ തരുത്തുണ്ട് ഇതുപോലെയുള്ളത്. ഇത് ഇപ്രാവശ്യത്തായിട്ട് കണക്ക് കൂട്ടിക്കുക, തുടക്കം മാത്രമേ ഇത്. ഇനി ഒരുപാട് വരാനുണ്ട്. അൻപിക്ക് മതിയാകുന്നില്ല കഴിച്ചിട്ട്. വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കണ്ട, എടുത്തോ. ഓക്കിത് ഭയങ്കര നഷ്ടമായി പോലെ. ബാക്കി ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതോട് വരുന്നവരെ. അത് കഴിഞ്ഞത് നോക്കിയിട്ടാണ് മാറ്റി വെച്ചത്. പക്ഷേ നാളെ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ആക്കിയത് ഇത് കാണിക്കണ്ടെന്ന് വിചാരിച്ച് നാളെ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഇത് കാണും. പിന്നെ ഇവിടുന്ന് കരച്ചിലായിരിക്കും. എന്തിന് ആരോടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമ്മൾ പോവാ. അയ്യോ പോകാൻ പോയി. നമുക്കെന്നാല് എല്ലാവർക്കും ബൈ ബൈ. വെറുതെ വന്ന് വെറുപ്പിച്ചിട്ട് പോകുന്ന ചേട്ടാ, ഇതേപോലെ തന്നെ ഉണ്ടാവും ഇടക്കിടക്കിനി. അപ്പൊ എല്ലാരോടും വിചാരിക്കണ്ട, ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ. ബൈ ബൈ ബൈ.